അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭട്ടൂരയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, അത് വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ യോഗട്ട് നിർബന്ധമില്ല, യോഗട്ടിന് പകരം പുളിയില്ലാതെ തൈര് ഉപയോഗിച്ചാലും മതി. അപ്പം ഞാൻ ഇവിടെ യോഗട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ, എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭട്ടൂര കിട്ടുന്നത്. അപ്പം നന്നായിട്ട് കുഴച്ച് നല്ല ബോൾ രൂപത്തിലാക്കി എടുക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി തടവിയതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം, കാരണം ഇതിന് കാറ്റൊന്നും കയറരുത്. നമ്മൾ നല്ല ക്ലോത്ത് വെച്ച് അടക്കുകയോ അല്ലെങ്കിൽ നല്ല ഒരടപ്പ് വെച്ച് അടക്കുകയോ ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ 1 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ മാവ് എല്ലാം ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചപ്പാത്തി പലയിൽ ഓയിൽ തടവിയിട്ട് പരത്തിയെടുക്കണം. അധികം കട്ടിയായിട്ട് പരത്താനും പാടില്ല, അധികം നൈസാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എണ്ണ അപ്പുറത്ത് തിളക്കുന്നുണ്ട്, ആ എണ്ണയിലേക്ക് നമ്മളെ ഭട്ടൂരേനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഭട്ടൂരേനെ ഇട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായ ഭട്ടൂര വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ട് 2 ഭാഗവും മൊരിഞ്ഞതിന് ശേഷം ഭട്ടൂരേനെ എണ്ണക്കകത്തുനിന്ന് കോരിയെടുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തു. അപ്പം നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഈ ഭട്ടൂരയും മുട്ടക്കറിയും സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ.